ബാറുകളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുന്ന കാര്യം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ്. ടൂറിസം കേന്ദ്രങ്ങളിൽ നേരത്തെ ഏർപ്പെടുത്തിയ സമയം ഇപ്പോൾ എല്ലായിടത്തും ബാധകമാക്കുകയാണ് ചെയ്തതെന്ന് മന്ത്രി വിശദീകരിച്ചു. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് മന്ത്രി ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ബാറുടമകളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടണം എന്നിവ. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്ന സമയത്ത് ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടണമെന്ന അഭ്യർത്ഥന സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നെങ്കിലും പ്രതിഷേധം ഭയന്ന് നടപ്പിലാക്കിയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ 12 മണി വരെയാക്കി ഇന്നലെ വിജ്ഞാപനം പുറത്തിറക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-ന് ബാറുടമകൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് ഫയലുകളിൽ നിന്ന് വ്യക്തം. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ഇവരുടെ മദ്യനയം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷത്തെ പഴിയാരി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരു അറിവുമില്ല, യാതൊരു പിന്തുണയും ഇക്കാര്യത്തിലില്ല. എന്നാൽ എല്ലാം പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന് മന്ത്രിയുടെ വിശദീകരണം. നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം 10 മുതൽ 12 വരെയാണ്. അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എം.പി. രാജേഷ് പ്രതിപക്ഷത്തെ പറയുന്നതെന്ന് VD സതീശന്റെ മറുപടി. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളോട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിടിവള്ളി. പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞെന്ന വാദത്തിൽ മന്ത്രി ഉറച്ചുനിന്നാൽ ഭരണ പ്രതിപക്ഷ വാക്പോര് വരും ദിവസങ്ങളിൽ കടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.